അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സ്പീച്ച് ടിവിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മാന്യനായ വ്യക്തി ആരാണ്? ആരെക്കുറിച്ചാണ് മാന്യൻ എന്ന് നമുക്ക് പറയാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി നിസായിക്കും. ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മാന്യമായി പെരുമാറുന്ന ആളെക്കുറിച്ച് മാത്രമാണ് നമുക്ക് മാന്യൻ എന്ന് പറയാൻ കഴിയുക. അപ്പോൾ ഭാര്യമാർ അവർ ആഗ്രഹിക്കുന്ന അവരർഹിക്കുന്ന രീതിയിലുള്ള സന്തോഷകരമായ രീതിയിലുള്ള പെരുമാറ്റം, മക്കളും ഭാര്യമാരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവരർഹിക്കുന്ന ആദരവും ബഹുമാനവും സ്നേഹവും കൊടുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് മാന്യൻ എന്ന് പറയാൻ കഴിയുക എന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ആധുനിക കാലത്തെ കുടുംബ പരിസരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഭാര്യമാരെ കേവലം വീട്ടുവേല ചെയ്യുന്ന ഒരു ജോലിക്കാരിയെ പോലെ മാത്രം പരിഗണിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കൗൺസിലിംഗ് സെറ്റിങ്സിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾ പറയുന്ന ഒരു പരാതിയാണിത്. ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാവിലെ 6 മണി മുതൽ രാത്രി 10 വരെ ജോലി ചെയ്താലും സ്നേഹത്തോടു കൂടിയുള്ള നല്ലൊരു വാക്ക് പോലും ആ മനുഷ്യൻ എന്നോട് പറയാറില്ല. ഞാൻ എന്തോ സ്ഥിരമായിട്ട് വീട്ടുവേലയ്ക്ക് വന്ന ഒരു പെണ്ണിനെ പോലെയുള്ള വളരെ മാരകമായ രീതിയിലുള്ള വാക്കുകളും വളരെയധികം ദേഷ്യത്തോടു കൂടെയുള്ള പെരുമാറ്റങ്ങളുമാണ് എല്ലാ ദിവസവും എന്നോട് പറയാറുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മാന്യനാണ്, ആ വ്യക്തി മാന്യനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, മാ അക്രമ നിസാ ഇല്ലാ കരീം വലാ അഹാനഹുന്ന ഇല്ലാ ലഈം. വളരെ മോശപ്പെട്ട ആളുകൾ മാത്രമാണ് ഭാര്യയെ നിന്ദിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പെരുമാറുക. മാന്യനായ വ്യക്തിയാണെങ്കിൽ അയാൾ ഭാര്യയെ ആദരിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളെല്ലാം തന്നെ ആ ഭാര്യയുടെ ഔദാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭർത്താവും ഭാര്യയും അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ട് അതിലുണ്ടായ ഒരു കുട്ടി, ആ കുട്ടിക്ക് ആ സ്ത്രീ മുലപ്പാൽ കൊടുക്കുന്നതിന് എനിക്ക് ശമ്പളം വേണമെന്ന് ആ സഹോദരി പറഞ്ഞാൽ ആ ശമ്പളം പോലും കൊടുക്കണമെന്ന് പറയുന്ന മതമാണ് വിശുദ്ധമായ ഇസ്ലാം. അത്രയധികം പ്രാധാന്യവും അത്രയധികം പ്രത്യേകതകളും ഒരു സ്ത്രീക്ക് ഇസ്ലാം വകവെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്ത്രീ ഭർത്താവിൻ്റെ ഡ്രസ്സ് അലക്കുന്നതും ഭർത്താവിൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഭർത്താവിൻ്റെ വീട് വൃത്തിയാക്കുന്നതും ഇതൊന്നും ആ സഹോദരിയുടെ ഡ്യൂട്ടികളല്ല, ഉത്തരവാദിത്തങ്ങളല്ല. പിന്നെ എന്തിനാണ് ആ സഹോദരി അതൊക്കെ ചെയ്യുന്നത്? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഭർത്താവിന് ഖിദ്മത്ത് എടുത്തു കൊടുത്ത് ഭർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതിലൂടെ ഭർത്താവിൻ്റെ തൃപ്തി വാങ്ങുകയും അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗമായി അതിനെ സ്വീകരിക്കുകയുമാണ് പ്രിയപ്പെട്ട സഹോദരിമാർ ചെയ്യാറുള്ളത്. അതിനവർക്ക് സ്വർഗമാണ് പ്രതിഫലമുള്ളത്. സ്വർഗം പ്രതിഫലം കിട്ടുമെന്ന വാഗ്ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഭാര്യമാർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന സേവനങ്ങൾ അവരുടെ ഔദാര്യങ്ങളാണ്. ഭാര്യമാരുടെ നീ അത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് ഒരു കാര്യം ആവശ്യപ്പെടാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നിടത്താണ് കാര്യമുള്ളത്. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് ആ ഭാര്യ അർഹിക്കുന്ന രീതിയിലുള്ള വളരെ മാന്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം, ആ ഭാര്യ തനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ നന്മകൾക്കും ഓരോ സേവനങ്ങൾക്കും വളരെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടെ നന്ദി പറയുകയും അതിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനോഭാവത്തോടു കൂടെ ഭാര്യയോട് പെരുമാറുമ്പോൾ ആ ഭാര്യയ്ക്ക് ഒരു ഫീലിംഗ് വരും, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എല്ലാ സേവനങ്ങളും ഭർത്താവ് അത് വില കാണുന്നു, ഭർത്താവ് അതിനെ പരിഗണിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് വിലയിടുന്ന ഭർത്താവാണ്, എന്നെക്കുറിച്ച് മതിപ്പുള്ള ഭർത്താവാണ്, എന്നെ സ്വന്തം ഇണയെപ്പോലെ സ്വന്തം ഭാര്യ സ്വന്തം ഇണയെപ്പോലെ വളരെ സ്നേഹത്തോടു കൂടെ കാണുന്ന ഒരു ഭർത്താവാണ് എന്ന ഒരു ഫീലിംഗ് കിട്ടുകയും കൂടുതൽ സേവനം ചെയ്യാൻ ആ ഭാര്യയ്ക്ക് കൂടുതൽ സേവനം ചെയ്യുവാനുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടുകയും അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ രീതിയിൽ ഭാര്യ അറിയിക്കുന്ന സ്ഥാനം ഭാര്യയ്ക്കും ഭർത്താവ് അറിയിക്കുന്ന ബഹുമാനവും ആദരവും ഭർത്താവിനും കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ വളരെ സന്തോഷത്തോടു കൂടെ പോകുന്നുണ്ടാകും. അപ്പോൾ പ്രധാനമായും പറഞ്ഞ കാര്യം, ഭാര്യമാർ അർഹിക്കുന്ന രീതിയിലുള്ള നല്ല മാന്യമായ പെരുമാറ്റം, ആദരവോടുകൂടെയുള്ള സ്നേഹത്തോടു കൂടെയുള്ള ഒരു പെരുമാറ്റം പ്രിയപ്പെട്ട ഭാര്യമാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ വളരെ സന്തോഷത്തോടു കൂടെയുള്ള ഒരു കുടുംബജീവിതം ഒരു സന്തോഷകരമായ രീതിയിലുള്ള ഒരു പൂന്തോട്ടമായി ആ വീട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് സ്പീച്ച് ടി വി. അസ്സലാമു അലൈക്കും.